എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ചന്ദ്രേഷ്. അപ്പോൾ എല്ലാവരും കുറേ നാളുകളായി പറയുന്നു ആളെ കാണുന്നില്ല, ഫേസ് കാണിക്കണം, ആള് വീഡിയോയിൽ വരണം എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പം എന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫെർട്ടിലൈസർ എന്ന് പറയാൻ പറ്റിയല്ല, പെസ്റ്റിസൈഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഫലനോസിസാണ് ഏറ്റവും കൂടുതൽ ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്നത്. നമുക്ക് അതിനെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഇന്ന് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളെ ഞാൻ അധികം ഇതിലേക്ക് എന്നെ കാണിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഫലനോസിസാണ് അല്ലേ. അതായത് അതിൻ്റെ ഇലയെല്ലാം ചീഞ്ഞ് പഴുത്ത് ഒരു വല്ലാത്ത രീതിയിലായി നമ്മുടെ പ്ലാന്റ് തന്നെ ഫുൾ നാശമായി പോകും. ഇത്രയും ഭംഗിയുള്ള പൂക്കൾ തരുന്ന പ്ലാന്റിന് നമ്മൾ ഒത്തിരി കെയർ കൊടുക്കണം. എല്ലാവരുടെയും വിചാരം ഫലനോസിസ് രക്ഷപ്പെടില്ല, പിടിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഫലനോസിസിന് നമ്മൾ ഇച്ചിരി കെയർ കൊടുക്കണം, അത് അത്യാവശ്യമാണ്. ഡെൻഡ്രോബിയം പോലെ അതിനെ തോന്നുന്ന പോലെ നിർത്തിക്കഴിഞ്ഞാൽ അതിന് പറ്റില്ല. അതിന് നമ്മൾ ഇച്ചിരി കെയർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് നല്ല രീതിയിൽ നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ കഷ്ടപ്പെടുന്ന അനുസരിച്ച് അത് നമുക്ക് ഉള്ളൊരു എഫേർട്ട് തിരിച്ച് തന്നിരിക്കും, 100% ഉറപ്പാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഇപ്പം ഈ ക്ലൈമറ്റ് വല്ലാത്തതാണ്. രാത്രിയിൽ മഴ, പകല് ചൂട്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് പോകുന്നത്. അപ്പോൾ ഈ ഫംഗസ് കയറി ബാധിക്കാൻ ഏറ്റവും എളുപ്പമാണ് നമ്മുടെ ഫലനോസിസ് പ്ലാന്റിനെ. അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയൊരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവായി പൊക്കോളും. അതിനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് അത് എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ അളവ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, എന്താ കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ. വീട്ടിലുള്ളൊരു സാധനമാണെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. അപ്പോൾ അതാണിത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് എന്ത് പരിപാടി, എത്ര നാളും കാണാത്ത ഓരോ പരിപാടികളായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഒന്നുമല്ല കേട്ടോ. എന്നറിയോ, കഴിഞ്ഞ വീഡിയോ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം 1-2 പേര് പറഞ്ഞു വീഡിയോയിൽ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോയെന്ന്. അപ്പം ഞാൻ അതിനായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ മതിയല്ലോ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. ഇത് എന്താണ് കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലേ, എന്തോ ഒരു പൗഡർ എന്നല്ലേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് നമ്മുടെ പൗഡർ എന്താന്ന് വെച്ചാൽ കറുവാപ്പട്ടയില്ലേ, സിനമൺ, സിനമൺ പൗഡറാണിത്. കറുവാപ്പട്ട ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല നൈസ് പൗഡർ ആക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് 1 ലിറ്ററിന്റെ ഒരു സ്പ്രെയറാണ്. ഇതിനകത്ത് 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിനാണ് ഞാൻ ഇത് ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് 1 സ്പൂൺ എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഈ ഫിൽറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രെയർ കംപ്ലൈന്റ് ആയി പോകും. പിന്നെ ഇത് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാന്റുമാണ്. എല്ലാ പ്ലാന്റിനോട് അടിച്ച് കാണിക്കുമ്പോൾ, എല്ലാ പ്ലാന്റിനെയും കൂടെ കാണിക്കുമ്പോഴാണ് നിങ്ങളുടെ സമയം ഞാൻ അപഹരിച്ചു എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നത്. എല്ലാവർക്കും അല്ല കേട്ടോ. എന്നിരുന്നാൽ അത് നമ്മൾ പരിഗണിക്കണമല്ലോ. ചില യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോരുത്തർ ഓരോ കമന്റ് ഇട്ടാലും ആരും തിരിഞ്ഞു പോലും നോക്കില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ നമ്മുടെ അംഗങ്ങളാണ് എല്ലാവരും. അതിനകത്ത് എല്ലാവരും മെസ്സേജ് ഇടുമ്പോൾ ഞാനത് നോക്കണമല്ലോ, ഞാൻ വേണ്ടി അത് നോക്കാൻ. അപ്പം ഞാൻ ആ ഒരു പറയുന്ന അഭിപ്രായങ്ങളെല്ലാം മാനിച്ചു വേണമല്ലോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ ഫേസ് കാണിച്ചൊരു വീഡിയോയ്ക്ക് വന്നത്. അത് നിങ്ങൾക്കെല്ലാം ഉൾക്കൊണ്ട് നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമുക്ക് ഇതൊന്ന് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് ബാക്കി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു അളവ് കണ്ടോ, ഇത് അളവ് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ. ഇത് ഈ ഒരു സ്പൂൺ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഒരു അളവാണ്, ഈ ഒരു സ്പൂൺ ഇങ്ങനെ ഒരു അളവാണ്. ഇത് കറുവാപ്പട്ട ഇച്ചിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് പ്രശ്നമില്ല. എന്നാലും ഞാൻ ഇങ്ങനെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനിയായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഫിൽട്ടർ ആയിട്ട് വരും. അപ്പം അതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ നമുക്കങ്ങ് പൊക്കോളും. ഇതെല്ലാം ഞാൻ ഇപ്പം മനസ്സിലായല്ലോ, ഇതെല്ലാം അരിച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഞാനിതെല്ലാം ഫിൽട്ടർ ചെയ്ത് ഇതിനകത്ത് സ്പെയറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഓരോ വെള്ളിയും തിങ്കളും ഒക്കെ വരുമ്പം എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. അറിയാമല്ലോ, ഞാൻ നിങ്ങളെപ്പോലെ തുടക്കക്കാരനാണ്, എനിക്കറിയാവുന്നൊരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരുന്നത്. വെള്ളിയും ചൊവ്വായും ബുധനൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ ക്ഷമിക്കണം, വേറെ ആരാ എന്നോട് ക്ഷമിക്കാനൊക്കെ ഉള്ളത്, എന്നോട് സഹകരിക്കണേ. പിന്നെ ഇത് കണ്ടോ, ഇതിവിടെ മുഴുവൻ കുളവായി കിടക്കുക, കയറി വരുന്നൊരു തിണ്ണയാണ്. അപ്പം ഭയങ്കര ബഹളമാണ് ഇവിടെ അമ്മ കിടന്ന്. എൻ്റെ തിണ്ണ വൃത്തിയേടാക്കുക, അവൻ്റെ ഓർക്കിഡ് കൊണ്ട് വന്നെന്നും പറഞ്ഞു.
അപ്പൊ നമ്മുടെ വെച്ചിരിക്കുന്നിടത്തൊന്നും ഇതൊന്നും വെക്കാൻ ഇടയില്ല. അപ്പൊ ഞാൻ വേറെ ഷെഡ് കെട്ടുവാണ്. അതൊക്കെ ഞാൻ പുറകെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങളാളെ നോക്കുമല്ലോ, പരിസരം വൃത്തിയില്ല എന്ന് പറയല്ലേ. നിവൃത്തിയേട് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു കേട്ടോ. എല്ലാം ഒറ്റയാൾപ്പെട്ടാളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇതിങ്ങനെ ഇതിലേക്ക് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് തണ്ടിലും വേരിലും ഒക്കെ വീഴണം കേട്ടോ. ഒരു കുഴപ്പവും ഇല്ല. ഇത് വീണെന്നും പറഞ്ഞ് നോ പ്രോബ്ലം. അപ്പൊ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ അറിയാലോ സ്പ്രെയർ കംപ്ലൈന്റ് ആകും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇല പഴുത്തു വരികയില് അത് ചീഞ്ഞു വരും ഓർക്കിഡിന്റെ. അപ്പൊ അതിന് ചെയ്യേണ്ട എന്നാ വെച്ചാൽ അതും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതും കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, ഇതും ഞാൻ ഈ കറുവാപ്പട്ട തേച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നേരത്തെ ഒരു അലോവേരയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അലോവേര എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ. ഈ കറുവേപ്പില ഭയങ്കര എഫക്റ്റീവാണ്. ഭയങ്കര ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. നമ്മുടെ ഓർക്കിഡിന്റെ ഫംഗസിനെയൊക്കെ ഒഴിവാക്കാനായിട്ട്, ഫംഗസ് അറ്റാക്ക് ഒക്കെ തുരത്താനുള്ളതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ, കമന്റ് ഇതൊന്നും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കണ്ടുമുട്ടാം.